ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചിക്കൻ പാർട്സ് ഫ്രൈ ആക്കിയാലോ? അതിനായിട്ട് ഞാൻ 1 കിലോ പാർട്സാണ് എടുത്തേക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് 1 കിലോ ചിക്കൻ പാർട്സാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൊണ്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. അതിനുശേഷം കുക്കറിലിട്ട് ഒരു ഫിഷ് ലെഡ്ജ് എടുക്കാം. ഇതിനകത്ത് പൊടിയെല്ലാം ചേർത്ത് ഇളക്കിയെടുത്ത് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫിഷിൽ കേൾപ്പിച്ച് ഇറക്കാം. ഇതിനകത്ത് ഇച്ചിരി വേവുള്ളത് കൊണ്ട് ഒരു ഫിഷിലിട്ട് എടുത്തിട്ട് ഫ്രൈ ആക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ഫിഷിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ ഒരു ഫിഷിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി തോനെ വെളിച്ചെണ്ണ വേണം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാല ഇട്ട് കൊടുക്കാം. 2 കറുകപ്പട്ടയും ഒരു ബേ ലീഫിൻ്റെ ഒരു ഇലയുടെ ഒരു കുറച്ച് ഭാഗവും പിന്നെ പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1.5 സവാള അരിഞ്ഞതാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ അത് മറ്റേ ലിവർ പാർട്സ് നമ്മൾ വേവിച്ചപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പ് അതനുസരിച്ച് കുറച്ചിട്ടാൽ മതി. ഉപ്പ് ഈ ഉള്ളി വാടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇനി നല്ല പോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മൾ കറക്റ്റിന് നമ്മൾ എത്രത്തോളം സാധനം എടുക്കുന്നോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഞാൻ 1 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേ സ്പൂണിന് തന്നെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ടീസ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് വെക്കുന്നത്. അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നതാണ് രുചി. മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വെള്ളമുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ളതല്ല, അല്ലാതെ തന്നെ ഇതിനകത്ത് ഉള്ള വെള്ളമായിരുന്നു. അതും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇളക്കി വെച്ച് വറ്റി വരുന്നിടം വരെ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവാനായിട്ട് അടച്ചു വെക്കാം. ഇത് നമ്മൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് കറക്റ്റാണെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലിവറൊക്കെ കറക്റ്റായി വരുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോഴും നമ്മുടെ ലിവർ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പിലോടി ഇട്ട് കൊടുത്തു. അപ്പോഴും നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്.